Hi all, welcome to the 5th class based on the civics chapter political parties. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ചലഞ്ചസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ സ്റ്റിൽ ഫേസിങ് ലോട്ട് ഓഫ് ചലഞ്ചസ്. നമ്മളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് നമ്പർ 1, ലാക്ക് ഓഫ് ഇന്റേണൽ ഡെമോക്രസി. അതായത് ദ പവർ ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വൺ ഓർ എ ഹാൻഡ്ഫുൾ ഓഫ് ലീഡേഴ്സ്. അതായത് ഈവൻ വിത്തിൻ പൊളിറ്റിക്കൽ പാർട്ടീസ് വി ക്യാൻ എക്സ്പെക്ട് ഡെമോക്രസി. അതായത് നമുക്കറിയാം ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണ്, ഡെമോക്രസിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഉള്ളിലും നമുക്ക് ഡെമോക്രസി ഉണ്ടായിരിക്കണം. പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. പവർ പലപ്പോഴും കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ലീഡേഴ്സിനായി മാറാൻ കഴിയുന്നുള്ളൂ. ചില പ്രത്യേക വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക ഫാമിലിപ്പെട്ട ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയ വെച്ചുള്ള ചില ആളുകൾക്ക് മാത്രമേ ലീഡർഷിപ്പിലോട്ട് വരാൻ പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ്. ഇതെല്ലാം വരുന്നത് ലാക്ക് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന ടോപ്പിക്കിലാണ്. ദ പവർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വൺ ഓർ എ ഹാൻഡ്ഫുൾ ഓഫ് ലീഡേഴ്സ്. ഇനി സെക്കൻഡ് പോയിന്റ്, മെമ്പർഷിപ്പ് രജിസ്റ്റേഴ്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. അതായത് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു കീപ് മെമ്പർഷിപ്പ് രജിസ്റ്റേഴ്സ്. അതും പലപ്പോഴും ചെയ്യുന്നില്ല. ഇതെല്ലാം ഒരു ഡെമോക്രസിയുടെ ഭാഗമാണ്, പക്ഷേ അതും പലപ്പോഴും ചെയ്യുന്നില്ല. ഇനി തേർഡ് പോയിന്റ് ആണ്, ദേ ഡു നോട്ട് കണ്ടക്ട് ഇന്റേണൽ ഇലക്ഷൻ റെഗുലർലി. ഈ പോയിന്റും ഫസ്റ്റ് പോയിന്റും കണക്റ്റഡ് ആണ്. നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ ഇങ്ങനെയായിരുന്നു, ചില വ്യക്തികൾക്ക് മാത്രമേ ലീഡർഷിപ്പിലോട്ട് വരാൻ, ലീഡേഴ്സ് ആവാൻ കഴിയുന്നുള്ളൂ ഇൻ എ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ ആ പുതിയ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു കണ്ടക്ട് ഇലക്ഷൻ റെഗുലർലി. പക്ഷെ അതും പലപ്പോഴും കണ്ടക്ട് ചെയ്യുന്നില്ല. അതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ്, ഓർഡിനറി മെമ്പേഴ്സ് ഓഫ് ദ പാർട്ടി ഡു നോട്ട് ഗെറ്റ് എ ചാൻസ് ടു കം അപ്പ്. അത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഏകദേശം അതുപോലെ തന്നെയാണ് വരുന്നത്. ചില പ്രത്യേക ഫാമിലിപ്പെട്ട അല്ലെങ്കിൽ ചില വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചുള്ള മെമ്പേഴ്സിന് മാത്രമേ ലീഡേഴ്സ് ആവാൻ കഴിയുന്നുള്ളൂ. മറ്റുള്ള മെമ്പേഴ്സ് ഒന്നും കം അപ്പ്, അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലാക്ക് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതായിരുന്നു ഫസ്റ്റ് ചലഞ്ച് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. ഇനി സെക്കൻഡ് ചലഞ്ചാണ് ഡൈനാസ്റ്റിക് സക്സഷൻ. ഡൈനാസ്റ്റിക് സക്സഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഒരു ഫാമിലിപ്പെട്ട ആളുകൾ മാത്രം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നു. ദ മെമ്പേഴ്സ് ബിലോങ്സ് ടു വൺ ഫാമിലി ഈസ് ഡോമിനേറ്റിംഗ് ഇൻ എ പൊളിറ്റിക്കൽ പാർട്ടി, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഡൈനാസ്റ്റിക് സക്സഷൻ. നമുക്ക് നോക്കാം ഓരോ പോയിൻ്റായിട്ട്. The top positions in many political parties are usually controlled by members of one family. ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിലെ എല്ലാ പൊസിഷൻസിലും ഒരു ഫാമിലിപ്പെട്ട ചില മെമ്പേഴ്സ് മാത്രം ഡോമിനേറ്റ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷനാണ് ഡൈനാസ്റ്റിക് സക്സഷൻ. സോ ഡെഫിനറ്റ്ലി ആസ് യു നോ ഇറ്റ് ഈസ് നോട്ട് ഡെമോക്രാറ്റിക്. ഇനി സെക്കൻഡ് പോയിന്റ്, എ പേഴ്സൺ ബോൺ ഇൻ എ പെർട്ടിക്കുലർ ഫാമിലി ബിക്കംസ് എ ലീഡർ ബൈ വെർച്യൂ ഓഫ് ഹിസ് ബർത്ത്. അതായത് ബൈ ബർത്ത് ഒരു വ്യക്തി ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ ഫാമിലിയിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അവിടെ കുറച്ച് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഡൈനാസ്റ്റിക് സക്സഷൻ. ഇനി ദിസ് ടെൻഡൻസ് ഇറ്റ് ഈസ് നോട്ട് എ സൈൻ ഓഫ് എ ഹെൽത്തി ഡെമോക്രസി. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു ഡെമോക്രസിയുടെ സൈൻ അല്ല. ഡെമോക്രസി നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ കിട്ടണം, പക്ഷേ ഇത് പലപ്പോഴും ഒരു ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ വി ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ സൈൻ ഓഫ് എ ഹെൽത്തി ഡെമോക്രസി. ദ നെക്സ്റ്റ് പോയിന്റ്, ദിസ് ടെൻഡൻസി ഈസ് പ്രസൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏകദേശം ഓൾമോസ്റ്റ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ ട്രെൻഡ് കാണുന്നുണ്ട്. ഇതാണ് ഡൈനാസ്റ്റിക് സക്സഷൻ. ഇതായിരുന്നു സെക്കൻഡ് ചലഞ്ച്. ഇനി തേർഡ് ചലഞ്ച്, മണി ആൻഡ് മസിൽ പവർ. ഇതും നിങ്ങൾ പലതവണ കേട്ട് പരിചയിച്ചൊരു ടേം തന്നെയാണ്, നയൻത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹിയർ പാർട്ടി സ്പെൻഡ് ഹ്യൂജ് സം ഓഫ് മണി ഓൺ ഇലക്ഷൻ. നമുക്കറിയാം ഇന്ത്യയിലെ ചില പാർട്ടീസ് നാഷണൽ പാർട്ടീസാണ്, ചിലത് റീജിയണൽ പാർട്ടീസാണ്. ഇപ്പോൾ ഈ നാഷണൽ പാർട്ടീസിനൊക്കെ ദേ ഹാവ് ലോട്ട് ഓഫ് ഫണ്ട്സ് ടു സ്പെൻഡ് ഓൺ ഇലക്ഷൻ. ബട്ട് സ്മോൾ പാർട്ടീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് അത്ര ഫണ്ടൊന്നും സ്പെൻഡ് ചെയ്യാനുണ്ടായിരിക്കില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി കൂടുതൽ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്ന പാർട്ടി ജയിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതാണ് അടുത്തൊരു പോയിന്റ്, സ്പെൻഡ് ഹ്യൂജ് സം ഓഫ് മണി ഓൺ ഇലക്ഷൻ. ദെൻ സെക്കൻഡ് പോയിന്റ്, ദേ നോമിനേറ്റ്സ് കാൻഡിഡേറ്റ്സ് ഹു ക്യാൻ റൈസ് മണി. അപ്പോൾ ഈ പാർട്ടീസ് ആണല്ലോ കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്യുക ഇലക്ഷന് മുമ്പ്. അപ്പോൾ അവർ ഈ കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഒരു ക്രൈറ്റീരിയ നോക്കും, ഈ കാൻഡിഡേറ്റ്സ് റിച്ച് ആണോ, ഈ കാൻഡിഡേറ്റ്സിന് ഇലക്ഷന് വേണ്ടിയുള്ള ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുമോ. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ അങ്ങനത്തെ കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് നോമിനേറ്റ് കാൻഡിഡേറ്റ്സ് ഹു ക്യാൻ റൈസ്
money. Then, third point, rich people who give funding often influence the decisions and policies of that party. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു, ഇവർ പലപ്പോഴും പ്രിഫർ ചെയ്യുക സ്വന്തമായിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും. സോ അത്തരം റിച്ച് കാൻഡിഡേറ്റ്സിന് വേണമെങ്കിൽ ഈ പാർട്ടിയുടെ പോളിസിയെ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കാരണം അവരാണ് ഈ പാർട്ടിക്ക് പൈസ കൊടുക്കുന്നത്. സോ അവരുടെ ആഗ്രഹം അനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ ആ പാർട്ടിയുടെ പോളിസി മാറ്റാൻ വരെ പറ്റും. ഇനി പാർട്ടീസ് ഓഫൺ ടേക്ക് ഹെൽപ്പ് ഓഫ് ക്രിമിനൽസ് ആൻഡ് ഗീവ്സ് ദം ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രീവിയസ് പോയിന്റിൽ പറഞ്ഞത് റിച്ച് കാൻഡിഡേറ്റ്സിന് ആ ഒരു നോമിനേഷൻ കൊടുക്കുന്ന കാര്യമായിരുന്നു, അവരെ സെലക്ട് ചെയ്യുന്ന കാര്യമായിരുന്നു. എന്നാൽ റിച്ച് കാൻഡിഡേറ്റ്സിന് മാത്രമല്ല, പലപ്പോഴും പല പാർട്ടീസും ക്രിമിനൽസിനെ പോലും, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ പോലും നോമിനേറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഗീവ്സ് ദം എ ടിക്കറ്റ്. ടിക്കറ്റ് മീൻസ് അവരെ നോമിനേറ്റ് ചെയ്യുന്ന ഇലക്ഷന് കാൻഡിഡേറ്റായി സെലക്ട് ചെയ്യുന്ന പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് ഗീവ് ദം ടിക്കറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അവർ ആദ്യം പറഞ്ഞത് റിച്ച് പീപ്പിളിന് ഈ ടിക്കറ്റ് കൊടുക്കുന്നു, അവരെ നോമിനേറ്റ് ചെയ്യുന്ന ഇലക്ഷനിലേക്ക്. സോ റിച്ച് പീപ്പിളിനെ മാത്രമല്ല, ദേ ആൾസോ നോമിനേറ്റ് ഈവൻ പീപ്പിൾ വിത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്. ഇതൊക്കെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ് ആണ്. ഇതെല്ലാം വരുന്നത് മണി ആൻഡ് മസിൽ പവറിലായിരുന്നു. ആ ടോപ്പിക്ക് ഓർത്തിരിക്കുക. ഇനി ഫോർത്ത് ചലഞ്ചാണ് ലാക്ക് ഓഫ് മീനിങ് ഫുൾ ചോയ്സ്. അതായത് ഡിക്ലൈൻ ഇൻ ദ ഐഡിയോളജിക്കൽ ഡിഫറൻസ് എമംഗ്സ് ഡിഫറെൻറ്റ് പാർട്ടീസ്. നമുക്കറിയാം ഇന്ത്യയിൽ വി ആർ ലോട്ട് ഓഫ് പാർട്ടീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ആളുകൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരേ പാർട്ടി, ഒരേ ഐഡിയോളജി ഉള്ള, സെയിം ഐഡിയോളജി ഉള്ള ഒരേ പാർട്ടീസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഡിഫറെൻറ്റ് ഐഡിയോളജീസ് ഉള്ള പാർട്ടീസ് വേണം. എന്നാലും നമുക്ക് എന്തെങ്കിലും സെലക്ട് ചെയ്യാനുണ്ടാവും, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പലപ്പോഴും ഇന്ത്യയിലെ കാര്യം എടുത്താൽ പല പാർട്ടീസിൻ്റെയും ഐഡിയോളജി പലപ്പോഴും സെയിം ആയിരിക്കും. നിങ്ങൾ നാഷണൽ പാർട്ടി ഡിസ്കസ് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ചില പാർട്ടീസിൻ്റെ ഒക്കെ ഐഡിയോളജി ഏകദേശം സെയിം ആണ്. അതാണ് വരുന്നത് ലാക്ക് ഓഫ് മീനിങ് ഫുൾ ചോയ്സ്. അതായത് ഡിക്ലൈൻ ഇൻ ദ ഐഡിയോളജിക്കൽ ഡിഫറൻസ് എമംഗ്സ് ഡിഫറെൻറ്റ് പാർട്ടീസ്. അതായത് പാർട്ടീസിൻ്റെ ഐഡിയോളജീസ് എല്ലാം സെയിം ആണ് ഇപ്പോൾ പലപ്പോഴും. അതാണൊരു ചലഞ്ച്. ഇനി മോസ്റ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് സൗണ്ട് സിമിലർ ടു വൺ അനദർ. ഏകദേശം അത് എക്സ്പ്ലനേഷനാണ് വരുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ഐഡിയോളജി ഒരു പാർട്ടിയുടെ ഐഡിയോളജി മറ്റൊരു പാർട്ടിയുടെ ഐഡിയോളജി വെച്ച് നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആണ്. സോ വോട്ടേഴ്സ്, നമുക്കാണ് പ്രശ്നം വരുന്നത്. നമുക്കതൊന്ന് സെലക്ട് ചെയ്യാൻ നമുക്കൊരു ചോയ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അടുത്തൊരു ടോപ്പിക്ക്, നമുക്ക് എങ്ങനെയൊക്കെ ഈ ചലഞ്ചസ് ഓവർകം ചെയ്യാം. ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ആർ സം വേസ് ടു ഓവർകം ദാറ്റ്. അത് നമ്മൾ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.